ജോസ് കെ മാണിയും കേരള കോൺഗ്രസ് എമ്മും UDF-ലെത്തിയാൽ കേരള ഭരണമാറ്റത്തിന്റെ ഉത്തരമായി. പിണറായി വിജയനുമായി ഏറെ ഇണങ്ങിച്ചേർന്ന ജോസ് കെ മാണിയെ അവിടുന്ന് അടർത്തിയെടുക്കാൻ കഴിവുള്ള ഒരു നേതാവ് ആരാണെന്ന് ഉള്ളതാണ് UDF-ൽ ഇതുവരെ ഉണ്ടായിരുന്നൊരു ആശയക്കുഴപ്പം. എന്നാൽ അതിനും ഉത്തരമായതോടെ ജോസ് കെ മാണിയുടെ UDF പ്രവേശനം ഇനി വേഗത്തിലാകും. സമുദായ സംഘടനകൾ മാത്രമല്ല, UDF-ലെ രണ്ടാം കക്ഷിയായ മുസ്ലിം ലീഗും രമേശ് ചെന്നിത്തലയെ നേതാവായി തെരഞ്ഞെടുത്തതോടെ ഇനി അവരാണ് കേരള കോൺഗ്രസിന്റെ കാര്യത്തിൽ നീക്കം നടത്തുന്നതും ശക്തമാക്കുന്നതും. NSS-ഉം SNDP-യും രമേശ് ചെന്നിത്തല ഈ സംസ്ഥാനം ഭരിക്കണമെന്ന് ആവശ്യപ്പെട്ടതിന് തൊട്ടുപിന്നാലെ മുസ്ലിം സമുദായം മുഴുവനായും അതിനുശേഷം മുസ്ലിം ലീഗും രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകണം എന്നറിയിച്ചതോടെ UDF-ന് ഒരു നാഥനായിരിക്കുന്നു. സംശയത്തിന്റെ കരിനിഴലെല്ലാം നീങ്ങിത്തുടങ്ങി. അതിന് പാണക്കാട്ട് നിന്നും പുറത്തു വന്ന ഒരു കത്ത് ഇങ്ങനെയാണ്. പട്ടിക്കാട് ജാമിയ സമ്മേളനത്തിന്റെ 4ാം ദിവസത്തെ മുഖ്യാതിഥി ശ്രീ രമേശ് ചെന്നിത്തലയായിരുന്നു. മഗ്‌രിബ് നിസ്കാരത്തിന് ശേഷം നടന്ന ഗരീബ് നവാസ് ഉദ്ഘാടനം അദ്ദേഹമായിരുന്നു നടത്തിയത്. മുമ്പും പലതവണ ജാമിയയിലെത്തിയ രമേശ് ചെന്നിത്തല തന്റെ അനുഭവങ്ങൾ വിവരിച്ചു. ഇന്നലെയും അത്തരത്തിലൊരു സ്നേഹവിരുന്നൊരുക്കി ഫൈസാബാദ്. ശേഷം അദ്ദേഹം നടത്തിയ പ്രസംഗം സമകാലിക രാഷ്ട്രീയ കാലാവസ്ഥയെ വരച്ചുകാട്ടുന്നതും ഭാവി ഇന്ത്യയെക്കുറിച്ചുള്ള വലിയ പ്രതീക്ഷയുമെല്ലാം അടങ്ങിയതുമായിരുന്നു. വിവിധ മതകേന്ദ്രങ്ങളും ആരാധനാലയങ്ങളും സന്ദർശിച്ചതിൻ്റെ വലിയ അനുഭവങ്ങളും രമേശ് ചെന്നിത്തലയ്ക്ക് പറയാനുണ്ടായിരുന്നു. വിയോജിപ്പുകളിലും യോജിച്ച് ഫാസിസത്തെ എതിർക്കണമെന്നും എല്ലാ കാലത്തേക്കും ഏകാധിപത്യ ഭരണകൂടം വാഴില്ല എന്നുമാണ് രമേശ് ചെന്നിത്തല വലിയ ആത്മവിശ്വാസത്തോടെ പറഞ്ഞവസാനിപ്പിച്ചത്. ആ മഹത്തായ വാക്കുകൾ ഏറ്റെടുത്തുകൊണ്ട് യോജിക്കാവുന്നിടങ്ങളിൽ യോജിച്ചുകൊണ്ട് രാഷ്ട്രത്തിന്റെ ആധാരശിലകളെ സംരക്ഷിക്കാൻ നമുക്കൊന്നിച്ചു പോരാടാം എന്നാണ് പാണക്കാട്ട് നിന്നും തങ്ങൾ എഴുതിയത് രമേശ് ചെന്നിത്തലയെ പുകഴ്ത്തിക്കൊണ്ട്. അങ്ങനെ മുസ്ലിം ലീഗും ചെന്നിത്തലയെ നേതാവായി അംഗീകരിച്ചതോടെ രാഷ്ട്രീയ നീക്കങ്ങൾ ശക്തിപ്പെടുകയും അതാദ്യം തന്നെ UDF-ന്റെ അധികാര പ്രവേശനത്തിന് ഏറ്റവും അത്യാവശ്യമായ കേരള കോൺഗ്രസിന്റെ തിരിച്ചുവരവിലേക്കും കാര്യങ്ങൾ നീങ്ങിയിരിക്കുകയാണ്. അതായത് മലപ്പുറത്തെത്തി 24 മണിക്കൂറിനുള്ളിൽ തന്നെ രമേശ് ചെന്നിത്തലയ്ക്ക് അതിന് കഴിഞ്ഞു എന്നുള്ളതാണ് UDF-ൽ ചെന്നിത്തല മുഴുവൻ പേർക്കും സ്വീകാര്യനാകുന്നത്. കേരള കോൺഗ്രസ് എമ്മിനെ UDF-ൽ തിരിച്ചെത്തിക്കാൻ നീക്കം തുടങ്ങിയതോടെ അനൗപചാരിക ചർച്ച നടത്തിക്കഴിഞ്ഞുവെന്നും ചെന്നിത്തലയുടെ പൂർണ്ണ പിന്തുണയോടും നിർദ്ദേശത്തോടും കൂടി മുസ്ലിം ലീഗാണ് ഈ ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്നത് എന്നും വ്യക്തമായിരിക്കുന്നു. അതിലേറ്റവും പ്രധാനം സംസ്ഥാനത്തെ തന്നെ ഏറ്റവും വലിയ കുടിയേറ്റ മേഖലയായ കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടി സീറ്റ് കേരള കോൺഗ്രസ് എമ്മിന് വാഗ്ദാനം ചെയ്തിരിക്കുന്നു എന്നാണ് അറിയുന്നത്. അത് ജോസ് കെ മാണിക്ക് മത്സരിക്കാൻ വേണ്ടിയാണ്. ജോസ് കെ മാണിയെ മുസ്ലിം ലീഗ് മത്സരിച്ച് വരുന്ന തിരുവമ്പാടിയിൽ മത്സരിപ്പിച്ച് വിജയിപ്പിക്കുമെന്ന് ഉറപ്പ് നൽകിയിരിക്കുകയാണ് മുസ്ലിം ലീഗ് തന്നെ. CPM-ലെ ക്രൈസ്തവ നേതാക്കൾ വിജയിക്കുന്ന ഈ സീറ്റ് ജോസ് കെ മാണി എത്തിയാൽ പുഷ്പം പോലെ പിടിച്ചെടുക്കാമെന്ന് രാഷ്ട്രീയ നിരീക്ഷകരുടെയും കൂടി അഭിപ്രായം മാനിച്ചുകൊണ്ടാണ് ഈ തീരുമാനം. ഇതെല്ലാം ശാംശീകരിച്ചെടുക്കുന്നത് രമേശ് ചെന്നിത്തല എന്ന രാഷ്ട്രീയ ചാണക്യനാണ്. നമുക്കറിയാം, അന്തരിച്ച മത്തായി ചാക്കോ മുതൽ വിവാദ നായകനായ ജോർജ് M. തോമസ് തുടങ്ങി ലിൻഡോ ജോസഫിൽ എത്തി നിൽക്കുന്ന LDF-ന്റെ MLA-മാർ തിരുവമ്പാടിയിൽ ജയിച്ചിട്ടുണ്ടെങ്കിലും മാണി സാറിന്റെ മകൻ എത്തുന്നതോടെ ചിത്രം മാറും എന്നുറപ്പിക്കുകയാണ് UDF. മാത്രമല്ല, കേരള സർക്കാർ കൊണ്ടുവന്ന വന നിയമ ഭേദഗതി സംബന്ധിച്ച് കേരള കോൺഗ്രസ് എം നേതാക്കൾക്ക് കടുത്ത എതിർപ്പാണുള്ളത്. ആ അതൃപ്തി കേരള കോൺഗ്രസ് ഇടതുമുന്നണി നേതൃത്വത്തെയും മുഖ്യമന്ത്രി പിണറായി വിജയനെയും അറിയിച്ചു കഴിഞ്ഞു. ആ അതൃപ്തി കൂടി മുതലെടുത്തുകൊണ്ട് കേരള കോൺഗ്രസ് എമ്മിനെ UDF-ൽ എത്തിക്കാനാണ് ഇപ്പോഴത്തെ നീക്കം. വന നിയമ ഭേദഗതി സംബന്ധിച്ച് മലയോരത്തെ ജനങ്ങൾക്കും കർഷകർക്കും ഉള്ള ഒരാശങ്ക കേരള കോൺഗ്രസ് എമ്മിന് അവഗണിക്കാൻ കഴിയുന്നതേയല്ല. അതുകൊണ്ട് വന നിയമ ഭേദഗതി സംബന്ധിച്ച് ക്രൈസ്തവ സഭകളും ആശങ്ക പ്രകടിപ്പിച്ച സാഹചര്യത്തിൽ കേരള കോൺഗ്രസ് എം വളരെ ഗൗരവമായിട്ടാണ് കാര്യങ്ങൾ എടുത്തിരിക്കുന്നത്. അത് കുടിയേറ്റ കർഷകരുടെ മണ്ഡലമായ തിരുവമ്പാടിയിൽ ആഞ്ഞടിക്കാൻ ജോസ് കെ മാണിക്കാകുമെന്നും അത് ഗുണം ചെയ്യുമെന്നും UDF കണ്ടെത്തിയിരിക്കുന്നു. അതും രമേശ് ചെന്നിത്തല മലപ്പുറത്തെത്തിയതോടെയുള്ള രാഷ്ട്രീയ നീക്കം തന്നെയാണ്.
മറ്റൊരു പ്രധാന കാര്യം കൂടിയുണ്ട്. മാണി സാറിനെ അപമാനിച്ചുവെന്നും കേരള കോൺഗ്രസ് എമ്മിനെ UDF-ൽ നിന്നും ഇറക്കി വിട്ടുവെന്നും അവർ പറയുന്ന നേതാവും ചെന്നിത്തല തന്നെയായിരുന്നു. അതിനൊരു പ്രായച്ചിത്തമായിക്കൊണ്ട് തന്നെ കേരള കോൺഗ്രസ് എമ്മിനെ UDF-ൽ തിരിച്ചെത്തിക്കാനുള്ള നീക്കങ്ങൾക്ക് രമേശ് ചെന്നിത്തല തന്നെയാണ് മുൻകൈയെടുക്കുന്നത്. വിഷയം ചർച്ച ചെയ്യാൻ ചെന്നിത്തല കേരള കോൺഗ്രസ് എം നേതാക്കളെ അടുത്തു തന്നെ കണ്ടേക്കും. ജോസ് കെ മാണിയുമായി രമേശ് ചെന്നിത്തല ആശയവിനിമയം നടത്തുമെന്നും അറിയിച്ചു കഴിഞ്ഞു. അതിനൊപ്പം തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പോടുകൂടി മാണി വിഭാഗം കേരള കോൺഗ്രസ് വലിയ ക്ഷീണത്തിലാണ്. ആകെയുണ്ടായിരുന്ന ഒരു ലോക്സഭാ സീറ്റ് കോട്ടയം, അതുകൂടി നഷ്ടപ്പെട്ടതോടെ പ്രവർത്തകരെല്ലാം UDF-ലേക്ക് തിരിച്ചു പോകും എന്നൊരു സൂചന ലഭിച്ചതോടെ ജോസ് കെ മാണിയുടെ മനസ്സും വലതുപക്ഷത്തേക്ക് ചാഞ്ഞു എന്നാണ് അറിയുന്നത്. ഏതായാലും രമേശ് ചെന്നിത്തലയെ നേതാവാക്കി UDF മുന്നോട്ട് നീങ്ങുമ്പോൾ കാര്യങ്ങൾക്കൊരു വേഗത വന്നിരിക്കുന്നു എന്നതാണ് സത്യം.